ആറ്റിങ്ങലിലേക്ക് ഈ പദയാത്ര എത്തിയിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് പൊതുവെ സ്വാധീനം കുറഞ്ഞ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പൊതുവെ സ്വാധീനം കുറഞ്ഞ സ്ഥലങ്ങളിൽ പോലും, എന്തിന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം തട്ടകമായിട്ടുള്ള വയനാട്ടിൽ പോലും അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണയാണ് കേരള പദയാത്രയ്ക്ക് ലഭിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ശ്രീ നരേന്ദ്രമോദിജിയോട് കേരളം എത്രമാത്രം സ്നേഹം കാണിക്കുന്നു, നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോട് കേരളം എത്രമാത്രം താല്പര്യം കാണിക്കുന്നു, കേരളം മോദിയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരള പദയാത്രയ്ക്ക് പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള പിന്തുണ തെളിയിക്കുന്നത്. കേരളത്തെ രക്ഷിക്കാൻ, കേരളത്തിന്റെ വർത്തമാനകാല പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ, കേരളത്തെ കടക്കണിയിൽ നിന്ന് മോചിപ്പിക്കാൻ, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, ഇവിടെ വ്യവസായ സംരംഭങ്ങൾ വരാൻ, ഇവിടെ വികസനവും പുരോഗതിയും ഉണ്ടാവാൻ, ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ഈ പിണറായി വിജയനെ കൊണ്ടോ UDF-നെ കൊണ്ടോ ഇനി കഴിയില്ല. കേരളത്തെ രക്ഷിക്കാൻ ഇനി നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. കേരളത്തിന് കരുതലായി, താങ്ങായി, സഹായഹസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ കേരളത്തിൽ പുതുവർഷ പുലരിയിൽ ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെയാണ് കേരളം വരവേറ്റതെന്ന്. ഇന്നേ വരെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത അത്രയും വലിയൊരു വരവേൽപ്പാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് കൊച്ചു കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയുകയാണ്. പ്രധാനമന്ത്രി കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഓരോ തവണ കേരളം വരുമ്പോഴും അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. ഇത്തവണ 4000-ലധികം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനാണ് കൊച്ചിയിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ. പിണറായി വിജയനെ പോലെ നവകേരള സദസ്സ് നടത്തി 2 ബഡായി പറഞ്ഞ് എല്ലാം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കപട വാഗ്ദാനം നൽകുന്ന ഭരണാധികാരിയല്ല. പറഞ്ഞതെല്ലാം പാലിച്ച്, ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതെല്ലാം പാലിച്ച്, പരീക്ഷിച്ച് വിജയിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുത്ത ഉറപ്പാണ് മോദിയുടെ ഗ്യാരണ്ടി, അല്ലാതെ പാഴ് വാഗ്ദാനങ്ങളല്ല. ഇവിടെ പിണറായി വിജയൻ പറഞ്ഞു ജനങ്ങളോട്, എന്താ പറഞ്ഞത്? പിണറായി വിജയൻ വന്നാൽ എല്ലാം ശരിയാക്കി തരാം. ശരിയായില്ലേ? ഇപ്പോ ആളുകൾ കടക്കണിയിലായി, പെൻഷൻ കിട്ടാനായി, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതായി, ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ദുരിതത്തിലായി, കൊച്ചുകുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, പട്ടികജാതിക്കാർക്കെതിരെ അതിക്രമം നടക്കുന്നു, ക്രമസമാധാനം തകർന്നു, ഗവർണറെ പോലും വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ ക്രമസമാധാനം തകർത്തു. ഇതിനാണോ പിണറായി എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞത്? പിന്നെ പറഞ്ഞു LDF ഉറപ്പാണെന്ന്. ആരുടെ ഉറപ്പ്? പിണറായി വിജയന്റെയും മകളുടെയും മകന്റെയും മരുമകന്റെയും, അമ്മായിയപ്പനും മരുമകനും മകളും മകനും ചേർന്ന് കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത്, അല്ലേ? കൊള്ളക്കാരുടെ ഭരണമാണ് കേരളത്തിൽ, അഴിമതിയാണ് കേരളത്തിൽ സാർവത്രികമായി നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് കേരളത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാസപ്പടിയാണ് വാങ്ങുന്നത്. മുതലാളിമാരുടെ കയ്യിൽ നിന്ന് മാസം കോടിക്കണക്കിന് രൂപ ഒരു കുടുംബം വാങ്ങുകയാണ്. CPM-ന്റെ മന്ത്രിമാരെല്ലാം അതിന് കൂട്ടുനിൽക്കുകയാണ്. പാർട്ടി സെക്രട്ടറി പോലും ഒരു അടിമപ്പണി എടുക്കുകയാണ്. അവിടെ AKG സെന്ററിൽ ഇരുന്ന് പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ഒരു അടിമയായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ദുരന്തം. കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആയി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. VD സതീശൻ ഇത്രയും കാലം പറഞ്ഞു നടന്നു, മാസപ്പടിയൊന്നും തെളിയില്ല, മാസപ്പടി കേസൊക്കെ ഒത്തുതീർപ്പാവും. പ്രധാനമന്ത്രിയെ കൊച്ചിയിൽ വന്ന് മുഖ്യമന്ത്രി കണ്ടു, കൈപിടിച്ചു, യാചിച്ചു, കണ്ടില്ല, നിൽപ്പ് എല്ലാം തീർന്നു. കോൺഗ്രസുകാരെ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു, മാധ്യമങ്ങളിലൂടെ എല്ലാ ദിവസവും പറഞ്ഞു. കോൺഗ്രസുകാരെ ഇത് മൻമോഹൻ സിംഗ് അല്ല ഭരിക്കുന്നത്, നരേന്ദ്ര ദാമോദർ ദാസ് മോദിയും അമിത് ഷായുമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഒരഴിമതിക്കാരനും ഈ നാട്ടിൽ രക്ഷയുണ്ടാവില്ല. മാസപ്പടി വാങ്ങിയവരാരായാലും അത് പിണറായി വിജയൻ മാത്രമല്ല, വീണ വിജയൻ മാത്രമല്ല, കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും വാങ്ങിയിട്ടുണ്ട്.
ചെന്നിത്തല വാങ്ങിയിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി വാങ്ങിയിട്ടുണ്ട്, ഇബ്രാഹിം കുഞ്ഞ് വാങ്ങിയിട്ടുണ്ട്, UDF-ലെയും LDF-ലെയും എല്ലാ നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട്. അന്വേഷണം ശരിയായി നടക്കും. ശരിയായി നടന്നാൽ കേരളത്തിലെ LDF-ന്റെയും UDF-ന്റെയും നേതാക്കന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു വീണ് ഇവരാണ് കേരളത്തിലെ രണ്ട് മുന്നണികളെയും നയിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ലജ്ജയോടുകൂടി കാണേണ്ടി വരും. ഈ നേതാക്കളെ അഴിമതിക്കെതിരായി ശക്തമായ മുന്നേറ്റമാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. കേരളത്തിലും അത് ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ പദയാത്ര ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലും വിലപ്പോകുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ പദയാത്രയ്ക്ക് കേരളത്തിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വരവേൽപ്പ്. മോദിയുടെ ഗ്യാരണ്ടി കേരളം ചർച്ച ചെയ്യുന്ന ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി നടപ്പാവുന്ന ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി വിജയിച്ച ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി ഇനിയും നടപ്പാവുമെന്ന് ഉറപ്പുള്ള ഗ്യാരണ്ടികളാണ്. 2 ദിവസം മുമ്പ് നിർമ്മല സീതാരാമൻജി ബജറ്റ് അവതരിപ്പിച്ചു. എല്ലാവരും പറഞ്ഞു സംസ്ഥാനങ്ങളെ അവഗണിക്കുകയാണ്. എന്താണ് കണക്കുകൾ വ്യക്തമാവുന്നത്? കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാനങ്ങൾക്ക് നീക്കിവെച്ചതിനേക്കാൾ കൂടുതൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അധിക വിഹിതമാണ് ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കൂടിയിരിക്കുന്നു, ആരോഗ്യ മേഖലയിലെ വിഹിതം കൂടിയിരിക്കുന്നു, റെയിൽവേയുടെ നീക്കിയിരിപ്പ് കൂടിയിരിക്കുന്നു. അടിസ്ഥാന മേഖലയിലെല്ലാം കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെക്കാൾ കൂടുതൽ അധികം തുകയാണ് പ്രിയപ്പെട്ടവരെ ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഗ്യാരണ്ടിയാണ്. 2024 നരേന്ദ്രമോദി 3ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇന്ത്യ മുന്നണിയുടെ കൺവീനർ തന്നെ രാജിവെച്ചു പോയി. ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് 40 സീറ്റ് കിട്ടിയാൽ അത്ഭുതമായിരിക്കും ഇന്ത്യയിലെന്നാണ്. കഴിഞ്ഞ തവണ 19 സീറ്റിൽ നമ്മൾ ഈ കോൺഗ്രസുകാരെ ജയിപ്പിച്ച് കേരളക്കാർ ഡൽഹിയിലേക്ക് അയച്ചു. മലയാളിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. 14ലും 19ലും കേരളത്തിന് കൈത്തെറ്റ് പറ്റി. പക്ഷെ 2024 കേരളം ആ തെറ്റ് ആവർത്തിക്കില്ല. 2024 നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കേരള പദയാത്ര മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി സഹായിക്കണം. ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെല്ലാം മോദിയോടൊപ്പം നിൽക്കുന്ന കേരളത്തിൽ നിന്ന് ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തയക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും എതിരായിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശ്രീ ശ്രീധരൻ അവർകൾ അദ്ദേഹം ഈ വേദി പങ്കിടാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഔപചാരികമായി എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പേര് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഈ യാത്രയെ സംബന്ധിച്ച് ഇന്നിവിടെ ഈ യാത്രയ്ക്ക് സ്വീകരണം നൽകാനായിട്ട് ആറ്റിങ്ങലിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകരായിട്ടുള്ളവർ, അതോടൊപ്പം ഈ നാട്ടിൽ വികസനമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന എന്റെ നിരവധി സഹോദരി സഹോദരന്മാർ, അങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഈ വേദിയിലുള്ളവരും വേദിക്ക് മുന്നിലുള്ളവരുമായിട്ടുള്ള നിരവധി ആളുകൾ, പേരെടുത്ത് പറയേണ്ട ആളുകളുണ്ട്, പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ യാത്രയെ കുറിച്ച് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. നമ്മളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു യാത്ര, ആ യാത്ര നടത്താൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 5 വർഷങ്ങൾക്ക് മുൻപ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ
പാലിച്ചു കഴിഞ്ഞ ശേഷമാണ് ഈ യാത്രയുമായിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ജനങ്ങളുടെ ഇടയിലേക്ക് പാലിച്ചതിന് ശേഷമുള്ള യാത്ര. അതുകൊണ്ട് നമുക്ക് ഈ യാത്ര നടത്താൻ 1.5 കോടിയുടെ ബസ് വേണ്ട, ജനങ്ങളെ തല്ലി ഓടിക്കാനുള്ള ഗുണ്ടകൾ ആവശ്യമില്ല. അതൊന്നുമില്ലാതെ ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ യാത്ര കാസർഗോഡ് മുതൽ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച പ്രധാനമന്ത്രി 65 കൊല്ലക്കാലത്തെ വിവിധ പാർട്ടികൾ ഭരിച്ച ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങൾ കൈവരിച്ച നേട്ടങ്ങളുടെ ഇരട്ടിയാണ് 10 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ, ആ സർക്കാർ കൈവരിച്ചിട്ടുള്ള നേട്ടം. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം, അഴിമതി തുടച്ചു നീക്കൽ, അതോടൊപ്പം ഈ നാടിന്റെ യഥാർത്ഥ സ്വത്വം, ആ സ്വത്വം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി, മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നടത്തുന്ന സദ്ഭരണം, ആ സദ്ഭരണത്തിന്റെ ഫലങ്ങൾ അരിയായിട്ട്, ശുദ്ധജലമായിട്ട്, വീടായി, വെള്ളമായി, ശുചിമുറിയായി, റോഡായി, പാലമായി, അങ്ങനെ തുറമുഖമായി, റെയിൽവേ സ്റ്റേഷനായി, അങ്ങനെ ഈ നാട്ടിൽ മുഴുവൻ വികസനത്തിന്റെ നിരവധി മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് 10 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീട് എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് രാവിലെയും നമ്മുടെ ഇതേ മണ്ഡലത്തിൽ ഉഴമലക്കലിൽ അവിടുത്തെ കരയോഗം മുൻകൈ എടുത്തുകൊണ്ട് അവിടെ വീടില്ലാത്ത ഒറ്റമുറി വീടുള്ള ഒരു കുടുംബത്തിന് അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തറക്കല്ലിടാൻ ഞാൻ പോയിരുന്നു. കാരണം വീട് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ ഇവിടെ ചില ആളുകളൊക്കെ ഞങ്ങളാണ് വീട് കൊടുത്തത് എന്നാണ് പറയുന്നത്. ലൈഫ് മിഷന്റെ പേരിൽ കൊടുത്ത വീടിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ലൈഫ് മിഷൻ? ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ തന്നെ പണം കൊള്ളയടിക്കുന്ന ഒരു പദ്ധതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലൈഫ് വീടിന് കൊടുക്കാൻ പണമില്ല എന്നാണ് പിണറായി പറയുന്നത്. 4 ലക്ഷം കൊടുക്കാൻ പണമില്ല. പക്ഷേ 1.5 കോടി ചെലവാക്കി ബസ് വാങ്ങാൻ, ആ ബസ്സിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ജനങ്ങളെ മുഴുവൻ തല്ലി ഓടിച്ചുകൊണ്ട് നവകേരള സദസ്സിന്റെ പേരിൽ ഒരു യാത്ര നടത്താൻ പണമുണ്ട്. ഇന്ന് പിണറായി സർക്കാരിനെ വിശ്വസിച്ച് പലിശക്ക് പണമെടുത്ത്, കടമെടുത്ത് വീട് പണിയാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ, ആ ആളുകൾ ഇന്ന് വഴിയാധാരമാണ്. പക്ഷേ അവര് വഴിയാധാരമാകില്ല എന്ന് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരിക്കുന്നു. അതാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ ബഹുമാന്യായിട്ടുള്ള ധനകാര്യമന്ത്രി പറഞ്ഞു, ഈ രാജ്യത്ത് 3 കോടിയിലധികം ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ വീട് കൊടുത്തു. ഇനിയും 2 കോടി പുതുതായിട്ട് 2 കോടി ആളുകൾക്ക് കൂടി വീട് നൽകുക എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യമാണ് ബഹുമാന്യായിട്ടുള്ള ധനകാര്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ മാത്രം 3.25 ലക്ഷത്തിലധികം വീടുകൾ നരേന്ദ്രമോദി സർക്കാർ, ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ പണിതു. 2.5 ലക്ഷത്തിലധികം ശുചിമുറികൾ പണിതു. രാജ്യത്ത് 75 വർഷമായിട്ടും കുടിവെള്ളം ലഭ്യമല്ലാതിരുന്ന 14 കോടി വീടുകളിൽ നരേന്ദ്രമോദി സർക്കാർ വെള്ളമെത്തിച്ചു. കേരളത്തിൽ മാത്രം 35 ലക്ഷം കുടിവെള്ള പൈപ്പ് കണക്ഷൻ നൽകി. എണ്ണിയാൽ തീരാത്ത തരത്തിലുള്ള നിരവധി പദ്ധതികൾ. ആറ്റിങ്ങലിലെ എന്റെ സുഹൃത്തുക്കളോട്
എന്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ ഇത് എണ്ണി പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതേ ഗ്രൗണ്ടിൽ 2 മാസങ്ങൾക്ക് മുൻപ് ബഹുമാന്യയായിട്ടുള്ള നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വന്ന് ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയത് 6000 കോടി രൂപയാണ്. 6000 കോടി രൂപ. ഇന്ത്യയിലെ ഒരു ജില്ലയിലും 6000 കോടി രൂപ ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിലല്ല, ഈ കഴിഞ്ഞ 75 കൊല്ലക്കാലത്തിനിടയിൽ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടില്ല. നരേന്ദ്രമോദിയുടെ ഉറപ്പിനെ കുറിച്ച് അധ്യക്ഷൻ പറഞ്ഞു. ആ ഉറപ്പ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, ആറ്റിങ്ങലിലെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി നൽകുന്ന ഉറപ്പാണ്. ബഹുമാന്യയായിട്ടുള്ള നിർമ്മല സീതാരാമൻ വന്ന് 6000 കോടി രൂപ ഇവിടുത്തെ സ്വാശ്രയ സംഘങ്ങളിലുള്ള അമ്മമാർക്ക്, ഇവിടെ തൊഴിലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്ന ചെറുപ്പക്കാർക്ക്, സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുന്ന യുവതി യുവാക്കൾക്ക്, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കുമായിട്ട് നൽകിയത് 6000 കോടി രൂപയാണ്. ആ 6000 കോടി രൂപ ഇവിടെ നിന്നുള്ള MP ഇല്ലാതെ തന്നെ ആറ്റിങ്ങലിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത MP ആ പരിപാടിയിൽ പോലും വന്നില്ല. ധനകാര്യമന്ത്രി രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയാണ്. ആ ധനകാര്യമന്ത്രി വന്ന് ആറ്റിങ്ങലിലെ ജനങ്ങൾക്ക് 6000 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ സേവനം എന്നുള്ള നിലയിൽ നൽകുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ആറ്റിങ്ങൽക്കാർ തെരഞ്ഞെടുത്ത MP, ആ MPക്ക് ഇവിടെ വന്ന് ആ വേദിയിലെങ്കിലും സന്നിഹിതനാകാനുള്ള ഉത്തരവാദിത്തമില്ലായിരുന്നോ? ആറ്റിങ്ങലിലെ MPക്ക് അതിന് പോലും സമയമില്ലായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ, ധനകാര്യമന്ത്രി അത് ചെയ്തു. മാത്രമല്ല, ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇന്ന് രാവിലെയും എന്നെ കണ്ടപ്പോ പറഞ്ഞു, അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ അത് മെച്ചപ്പെടുത്തണം. നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ ബജറ്റിൽ തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തത്? ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് അർഹരാകുന്നവരുടെ കൂട്ടത്തിൽ ഈ നാട്ടിലെ മുഴുവൻ അംഗൻവാടി ആശാ വർക്കർമാരെയും ഉൾപ്പെടുത്തി. ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും അവർക്കിനി അസുഖം വന്നാൽ, അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും അസുഖബാധിതരായാൽ വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ വരുന്ന ചികിത്സാ സഹായം, ചികിത്സാ ഇൻഷുറൻസ്, ആ ചികിത്സാ ഇൻഷുറൻസ് ഈ രാജ്യത്തെ സർക്കാർ ഉറപ്പ് നൽകുന്നു. അംഗൻവാടി വർക്കർമാരും ആശാ വർക്കർമാരും അവർ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് നൽകുന്ന സേവനം, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ആളുകൾ. കേരളത്തിലെ 26,448 ആശാ വർക്കർമാർ, 66,101 അംഗൻവാടി വർക്കർമാർ, ഇവർക്കെല്ലാവർക്കും പ്രയോജനം കിട്ടും. ബജറ്റിന്റെ അടുത്ത ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. എന്താ പറഞ്ഞത്? കേരളത്തിന് ഒരു ഗുണമില്ല, കേരളത്തിന് ഈ ബജറ്റ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, കേരളത്തെ തടഞ്ഞു. 66,000 അംഗൻവാടി വർക്കർമാർ അവര് ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ. 26,000-ലധികം വരുന്ന ആശാ വർക്കർമാർ അവര് ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ. UPA സർക്കാരിന്റെ കാലത്ത് 700-800 രൂപ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് മോദി സർക്കാർ അവരുടെ ഓണറേറിയം 4,800 ആക്കി മാറ്റി. ഞങ്ങൾ ആശാ വർക്കർമാരെയും അംഗൻവാടി വർക്കർമാരെയും കാണുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ട് സുദീർഘമായിട്ടുള്ള സേവനം നടത്തുന്നവരായിട്ടാണ്, അല്ലാതെ പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇരുത്തേണ്ട, സദസ്സിൽ ഇരുത്തേണ്ട ആളുകളായിട്ടല്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ധനകാര്യമന്ത്രി ഇന്ത്യയിലെ കേവലം 5 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് ധനകാര്യമന്ത്രി ഈ കഴിഞ്ഞ ആറ്റിങ്ങലിൽ നടത്തിയതുപോലെയുള്ള ഒരു പരിപാടിക്ക് നേരിട്ട് വന്നത്.
നമ്മുടെ റെയിൽവേ മന്ത്രി അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കാരണം ആറ്റിങ്ങൽ പ്രദേശത്തെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളും സന്ദർശിച്ച് ആ റെയിൽവേ സ്റ്റേഷനുകളിലെ നിരവധി ദുരിതങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ, ഓവർബ്രിഡ്ജ് ഇല്ലാത്ത പ്രശ്നം, ശുചിമുറി ഇല്ലാത്ത പ്രശ്നങ്ങൾ, വെളിച്ചമില്ലാത്ത പ്രശ്നങ്ങൾ, തീവണ്ടി നിർത്താത്ത പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ, ഏതാണ്ട് 1600ഓളം പരാതികളാണ് ഒരാഴ്ചക്കാലം ആറ്റിങ്ങലിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളും സന്ദർശിച്ച എനിക്ക് അവിടുത്തെ റെയിൽ യാത്രക്കാർ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായിട്ടുള്ള റെയിൽവേ മന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ഉള്ള ഉറപ്പ്, ആ ഉറപ്പ് ആറ്റിങ്ങലിലെ റെയിൽ യാത്രക്കാരായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നവരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ശ്രീ അശ്വിനി വൈഷ്ണവിന്റെ പേരിൽ ഉറപ്പ് നൽകാൻ, ആ ഉറപ്പിന്റെ വിവരം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ കേരളത്തിനോടുള്ള കരുതലാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ആറ്റിങ്ങലിനോടുള്ള കരുതലാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി വരുന്ന 5 വർഷക്കാലവും ലഭിക്കാൻ അടുത്ത ലോക്സഭയിലേക്ക് ആറ്റിങ്ങലിൽ നിന്ന് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു പ്രതിനിധി, ആ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിലൂടെ ഇപ്പോ കിട്ടിയതിന്റെ 10 ഇരട്ടി ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. उन्होंने कहा कि पहली बार आपके 282 आए, फिर 303 आए, अब 400 आएंगे। उन्होंने भी मंजूर किया कि 400 आ रहे। हमने सबने तालियां बजाई और उनको धन्यवाद दिए। उनके मुंह से सच अचानक खुल गया, उनके मुंह से सच अचानक बाहर आ गया। कांग्रेस की ये स्थिति है। 19 में केरल में किसी को भी पूछो तो बहुत लोगों को लगता था कि राहुल गांधी प्रधानमंत्री बनने वाला है। अब किसी को भी पूछो, ये ट्रक वाला जा रहा है या बाकी कोई जा रहा है, किसी को भी पूछो कौन देश का प्रधानमंत्री बनेगा, उत्तर एक ही है, प्रधानमंत्री नरेंद्र मोदी बनेगा, हैट्रिक होगी। तो ये लोगों को समझता है। और जैसे उल्लेख किया, आपको बताना चाहता हूं, राहुल गांधी राम जन्मभूमि के, राम मंदिर के उद्घाटन के संबंध में निमंत्रण दिया था, नहीं गया। लेकिन मैं और तुषार वेलापल्ली हम दोनों वायनाड में गए और 140 मंदिरों में, उसके कॉन्स्टिट्यूंसी में लाखों लोगों ने राम मंदिर का उद्घाटन प्रत्यक्ष देखा बड़े स्क्रीन पर। तो ये कांग्रेस की स्थिति है, आपसी मतभेद है। और कम्युनिस्टों को क्या कहे, कम्युनिस्ट यानी सीएम, उनकी लड़की और उनका दामाद, 3 लोग ही कम्युनिस्ट सरकार है। 3 लोग ही है, दामाद है, लड़की है। लड़की को कहां से पैसे आते, कहां से पैसे आते, अब जांच शुरू हुई है। मैं आपको बताना चाहता हूं कि ये जांच परिणाम तक पहुंचेगी और सजा हुए बिना नहीं रहेंगे, ये भी मैं आपको बताना चाहता हूं। ऐसा भ्रष्टाचार केरल ने कभी नहीं देखा, वैसा भ्रष्टाचार कर रहे हैं। और इसलिए कांग्रेस में भी दम नहीं, कम्युनिस्टों में दम नहीं, दोनों इधर कुश्ती करते, वहां दोस्ती करते। ऐसे ये है यूडीएफ और एलडीएफ। और इसलिए इस बार लोगों ने सोचा है कि मोदी को वोट देना है। मैं घरों घरों में जाता हूं केरल में, किसी को गैस मिला, वो महिला कहती है नन्ही मोदी।
मैं किसी के घर जाता हूं, पूछता हूं तो सबको कोविड प्रतिरोधक कुत्ती हुए मुफ्त मिले, फ्री। लोग कहते हैं नन्ही मोदी। लोगों को सौजन्य आरी मिल रही है, लोग कहते हैं नन्ही मोदी। मैं इतना ही कहता हूं कि मोदी ने किसी को भेदभाव किए बिना वो मदद की है, तो इसलिए केवल नन्ही मोदी से नहीं चलेगा, वोट मोदी, ये अभी केरल का नारा है, वोट मोदी, वोट मोदी, वोट मोदी। और इस बार बीजेपी और बीडीजेएस के 5 से भी अधिक एमपीज आएंगे, ये मैं फिर विश्वास देता हूं। और आप इतनी संख्या में पदयात्रा में आए हैं, मैं आपके साथ थोड़ा चलूंगा। आइए, बोलो भारत माता की। ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.